Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുള്ള ഒരു മല കയറാനാണ് പോകുന്നത്. ഇതാണ് എൻ്റെ തജിക് ഫ്രണ്ട് അഫ്സാന and she is from Tajikistan. Afsona, say hi. Which means we are going to the mountains in China. മല കയറാൻ തുടങ്ങിയപ്പോഴൊരു ഒരു ബോർഡ് കണ്ടു, പക്ഷേ ചൈനീസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മൾ മല കയറാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. നമ്മൾ പഠിക്കുന്നത് ചൈനയിലെ സിച്വാൻ എന്ന് പറഞ്ഞ പ്രോവിൻസിലുള്ള സീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഇങ്ങനെ സൂര്യനൊക്കെ നിന്ന് പ്രകാശിക്കുന്നത് വളരെ റെയറാണ്. ഇത് വിന്റർ സീസൺ ആയതുകൊണ്ട് ഫുൾ തണുപ്പും ഫുൾ ഇരുട്ടാണ്. പോയ വഴിയുണ്ടായ എല്ലാ തടസ്സങ്ങളും ഞങ്ങൾ ഇതുപോലെ ചാടി കടന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റില്ല. അവിടെ ഫുൾ ഇങ്ങനെ അടച്ചു വെച്ചേക്കുവാണ്. നമ്മൾ വേറെ ഏതൊരു സ്ഥലത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന പോലെ മലയുടെ പൊക്കത്ത് ആളൊഴിഞ്ഞ ഒരു കെട്ടിടം. പക്ഷെ ആ കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഏകദേശം അതിൻ്റെ അപ്പുറത്തായിട്ട് വരും നമ്മുടെ ഹൗസിൽ. പക്ഷെ നമ്മുടെ ഹൗസിൽ അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഇനി അടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണാനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വേറൊരു വഴിയിലേക്ക് പോയി. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. മലയുടെ ഏറ്റവും പൊക്കത്ത് ഒരു വീട്, അവിടെ ഒരു ചേച്ചി മാത്രം. ആ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഹൊറർ ഫിലിമിൽ പോലെ കുറേ ഇറച്ചിയൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് പോണ സമയത്താണ് ഇവിടെ ലൈക്ക് താറാവിനെ പോലത്തെ ഒരു സാധനത്തിനെ കണ്ടത്. ആൻഡ് ഇറ്റ് വാസ് സോ ബിഗ്. ആ വീട്ടിൽ തന്നെ കുറേ കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് ചെയ്തിട്ട് വേണം പോയായിരുന്നു. പക്ഷെ എനിക്ക് പേടി ചെയ്തുകൊണ്ട് ഞാൻ വലിയ ഷോപ്പൊക്കെ കാണിച്ച് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പോയതാണ്. ആൻഡ് അതൊന്നും ചെയ്തില്ല ഗൈസ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു ആ മലയുടെ പൊക്കത്തുണ്ടായിരുന്ന നിഗൂഢമായ വീടും അതിനകത്തൊരു ചേച്ചി. ഇതാണ് ആ പുള്ളിക്കാരി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന കാർ. ഈ കാർ എങ്ങനെ ഇവിടെ കയറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ആൻഡ് ആ വീട്ടിൽ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വേറൊരു ഏരിയയിലേക്ക് പോയി. ആൻഡ് അവിടുന്ന് കണ്ട കാഴ്ചയാണ് ഗൈസ് ചെയ്തത്. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ മലേൻ്റെ അപ്പുറം ഫുള്ളിങ്ങനെ ബിൽഡിംഗ് ആണ്. ആൻഡ് ആ കാഴ്ച കാണാൻ എന്തൊരു രസമായിരുന്നെന്ന് അറിയോ. ഇത്ര വെയിലുണ്ടെങ്കിലും ആ ഡേ നല്ലൊരു തണുപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പാട്ടൊക്കെ പാടി നടക്കാൻ തുടങ്ങി. ഈ ട്രിപ്പ് ഈ മല കയറൽ ഇത്ര വേർത്തായിട്ട് തോന്നുന്നത് മലയുടെ താഴത്തേക്ക് കാണുമ്പോൾ ഒരു സീൻസ് ഇല്ലേ, ഓ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലും എവിടെ നിന്നൊക്കെയോ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് ഒരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരുന്നു. അന്ന് മല കയറിയപ്പോൾ കണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സീൻ ഞാൻ ഇവിടെ കൊടുക്കാം. ആൻഡ് ഇറ്റ് വാസ് സോ ഫ്രീക്കിംഗ് ബ്യൂട്ടിഫുൾ. പോയിക്കൊണ്ടിരുന്ന വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. നമുക്ക് വഴി തെറ്റി. നമ്മൾ കുറേ നടന്നിട്ടും വീണ്ടും മല മാത്രമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെയാണ് നമ്മൾ നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ട് കണ്ടത്. സോ അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് മണിക്കൂറുകൾ നീണ്ട നടപ്പിന് ശേഷം നമ്മൾ ഫൈനലി വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറിയത് വേറെ ഏരിയ എന്നാണെങ്കിലും കിലോമീറ്റർക്കപ്പുറം ഇപ്പുറത്തുള്ള ഏരിയ കൂടിയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുള്ള ഏത് സ്ഥലമാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ആൻഡ് അവസാനം നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എത്തി. ആൻഡ് ഇത്രയും വീഡിയോ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.